ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വളരെ നിർണായകമായൊരു നീക്കമാണ് SIT നടത്തിയത്. ഇന്ന് രാവിലെ മുതൽ നീണ്ട ചോദ്യം ചെയ്യൽ, അതിനുശേഷം വൈകുന്നേരം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തുവന്നത്. ഇപ്പോൾ വരുന്ന വിവരം അറസ്റ്റിലായ A. പത്മകുമാറിന്റെ വീടിന് സുരക്ഷ കൂട്ടിയിരിക്കുന്നു എന്നതാണ്. പത്തനംതിട്ടയിലെ വീടിന് മുന്നിലെ വഴികൾ പോലീസ് അടച്ചു. A. പത്മകുമാറിന്റെ വസതിക്ക് മുന്നിൽ നിന്ന് AV ജയശങ്കർ വിശദാംശങ്ങളുമായുണ്ട്. ഒപ്പം നമ്മുടെ മറ്റു പ്രതിനിധികളും കൂടുതൽ വിശദാംശങ്ങളുമായി ഉണ്ടാകും. ജയശങ്കർ, അവിടെ പ്രതിഷേധമുണ്ടാകാനൊക്കെയുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണോ നടപടി? അതെ അനുജ, ഈ പ്രതിഷേധ സാധ്യതയ്ക്ക് മുൻകൂട്ടി കണ്ടാണ് പോലീസ് നേരത്തെ സുരക്ഷാ ക്രമീകരണങ്ങളിലേക്ക് നിലവിൽ കടന്നിരിക്കുന്നത്. ഈ ആറന്മുള ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടക്ക് മുന്നിലാണ് A. പത്മകുമാറിന്റെ വീട്. അങ്ങോട്ടേക്കുള്ള റോഡാണ് നിലവിൽ പോലീസ് ബാരിക്കേഡ് കെട്ടി അടച്ചിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ ബാരിക്കേഡ് കയറുപയോഗിച്ച് ബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ റോഡിലേക്കൊക്കെ നോക്കിയാൽ അങ്ങോട്ടേക്കുള്ള ഗതാഗതം പൂർണ്ണമായി പോലീസ് നിരോധിച്ചിട്ടുണ്ട്. ഒരു വണ്ടിക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ കുറച്ചപ്പുറത്തേക്ക് നിന്ന് തന്നെ ഗതാഗതം നിരോധിച്ച് അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയ പ്രതിഷേധ സാധ്യത ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് A. പത്മകുമാർ അറസ്റ്റിലാകുമ്പോൾ ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധവുമായി എത്താനുള്ള ഒരു സാധ്യത പോലീസ് കാണുന്നു. അങ്ങനെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ മുൻകൂട്ടി പോലീസ് ഇത്തരത്തിൽ A. പത്മകുമാറിന്റെ വീടിന് മുന്നിലേക്കുള്ള റോഡ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നത്. നിലവിൽ പത്മകുമാറിന്റെ വീടിന് മുന്നിലൂടെ ഒരു വാഹനങ്ങൾക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത തരത്തിലാണ് ഇത്തരത്തിലൊരു നിയന്ത്രണമുള്ളത്. ഈ ആറന്മുള ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലെ റോഡും പോലീസ് ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടുണ്ട്. അതുവഴിയും വാഹനങ്ങൾക്ക് കടന്നു വരാൻ ആകില്ല. ഈ ക്ഷേത്ര പരിസരത്തോട് ചേർന്നാണ് പത്മകുമാറിന്റെ വീട്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലേക്കൊക്കെ ഈ വഴി പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് ബുദ്ധിമുട്ടാവും. പക്ഷേ ക്ഷേത്രത്തിന് മുന്നിലെ പ്രധാന പാതയിലൂടെ അല്ലെങ്കിൽ പ്രധാന വഴിയിലൂടെ ക്ഷേത്രത്തിലേക്ക് കയറാൻ മറ്റ് പ്രശ്നങ്ങളില്ല. പക്ഷേ ഉള്ളിലുള്ള മറ്റ് ഗോപുരങ്ങൾ വഴി അല്ലെങ്കിൽ മറ്റ് നടപ്പാതകൾ വഴി വരാനാണ് നിലവിൽ പ്രശ്നം. പക്ഷേ പത്മകുമാറിന്റെ വീടിന് സുരക്ഷ നൽകുക, അദ്ദേഹത്തിന്റെ കുടുംബം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് A. പത്മകുമാർ അറസ്റ്റിലാവുമ്പോൾ അദ്ദേഹം കേവലം ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രമല്ല, CPM ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്. വർഷങ്ങളായി CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഏറെ നാൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. അങ്ങനെ ഒരു മുതിർന്ന നേതാവ് അറസ്റ്റിലാകുമ്പോൾ അത് വലിയ തോതിലുള്ള പ്രതിപക്ഷ സംഘടനകൾ ഉൾപ്പെടെ ആ ഒരു പ്രതിഷേധ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് എന്തായാലും സുരക്ഷാ ഒരുക്കങ്ങൾ ഇപ്പോൾ നേരത്തെ ആരംഭിച്ചിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ വീടിന് മുന്നിൽ വീട്ടിലേക്കുള്ള പടിഞ്ഞാറേ നടയിലെ വഴിയിൽ പോലീസ് ബാരിക്കേഡ് കെട്ടി ഉറപ്പിക്കുകയാണ്. അത്രമാത്രം ശക്തമായാണ്, ഒരാൾക്കും ഇടിച്ച് ഇങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ ശക്തമായി കയറിട്ട് ഉറപ്പിക്കുകയാണ്. പൊതുവിൽ പോലീസ് ഇങ്ങനെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരാൾ അറസ്റ്റിലാകുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളിലേക്ക് കടക്കാറില്ല. പക്ഷേ ഇവിടെ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വലിയ തോതിലുള്ള പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നേരത്തെ മുൻകൂട്ടി സുരക്ഷ നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ ബാരിക്കേഡ് മാത്രമല്ല, നമുക്ക് ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ പത്മകുമാറിന്റെ വീടിന് സമീപത്ത് ഒരു സംഘം പോലീസുകാരെ തന്നെ നമുക്ക് കാണാനാകും. അത്രമാത്രം സുരക്ഷ പത്മകുമാറിന്റെ വീടിന് മുന്നിലൂടെ ഒരു വാഹനത്തിനും കടന്നു പോകാനാകാത്ത രീതിയിൽ, പബ്ലിക്കിനൊന്നും കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഈ വഴിയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നിരവധി വാഹനങ്ങൾ ഓരോ മണിക്കൂറിലും പോകുന്നൊരു വഴിയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ വിജനമാണ്. കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമ പ്രവർത്തകരും മാത്രമാണ് ഈ വഴിയിലുള്ളത്. അത്രമാത്രം ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് പോലീസ് ഒരുക്കിയിരിക്കുന്നു. അനുജ, വിവിധ ഹൈന്ദവ സംഘടനകൾ, ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ BJP, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ വരും മണിക്കൂറുകളിൽ ഇങ്ങോട്ട് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഔദ്യോഗികമായി അവർ ഇതുവരെ അത്തരത്തിൽ ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇത് ഒരു വിശ്വാസ പ്രശ്നം കൂടിയാണ്. ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റുന്ന ഗുരുതരമായ വിശ്വാസികളെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന്, പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് പോലീസുകാർ ഇങ്ങോട്ട് മാറ്റിയിട്ടാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന ഏതാനും മീറ്റർ അപ്പുറത്താണ് പത്മകുമാറിന്റെ വീട്. അവിടെയൊക്കെ തന്നെ വലിയ തോതിലുള്ള പോലീസ് സംഘമുണ്ട്. വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പോലീസിനെ സംബന്ധിച്ചതൊക്കെ വലിയ അധിക ജോലിയാണ്. കാരണം ശബരിമല ഡ്യൂട്ടി ഉണ്ട്, അവർക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും പത്മകുമാറിന്റെ വീടിന് കൂടി സുരക്ഷ ഒരുക്കേണ്ട ഒരവസ്ഥ പോലീസ് സംബന്ധിച്ച് വരുന്നത്. അവരെ സംബന്ധിച്ച് കുറച്ച് ഭാരിച്ച ഉത്തരവാദിത്തമാണ്. കാരണം വലിയ പ്രതിഷേധം ഉണ്ടായാൽ, അത് ഏതെങ്കിലും തരത്തിൽ അക്രമത്തിലേക്ക് കടന്നാൽ പോലീസ് സംബന്ധിച്ചത് വലിയ പ്രതിസന്ധിയാവും. അതുകൊണ്ടാണ് മുൻകൂട്ടിക്കൊണ്ട് പോലീസ് ഇത്തരത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ പോലീസുകാർ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് പത്മകുമാറിന്റെ വീട്.
അങ്ങോട്ടേക്ക് ഒരു തരത്തിലും പബ്ലിക്കിന് എത്താൻ പറ്റാത്ത രീതിയിൽ വാഹനങ്ങൾ കടന്നു വരാത്ത രീതിയിലുള്ള ഒരു നിയന്ത്രണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ തെക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും ക്ഷേത്രത്തിലേക്ക് എത്തേണ്ട 2 വഴികളിൽ പ്രധാന വഴികൾ പോലീസ് ബന്ദോബസ്ത് ചെയ്തിരിക്കുന്നു, ബാരിക്കേഡ് വെച്ചിരിക്കുന്നു. വരും മണിക്കൂറുകളിലെ പ്രതിഷേധ സാധ്യത എന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഇതാണ് എ പത്മകുമാറിന്റെ വീട്. ഇങ്ങോട്ടേക്ക് ആർക്കും തന്നെ കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം സുരക്ഷ ഇവിടെയുണ്ട്. പത്മകുമാറിന്റെ അദ്ദേഹം ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ വാഹനം ഇവിടെ വീടിന് മുന്നിൽ നിലവിൽ നിർത്തിയിട്ടിട്ടുണ്ട്. അദ്ദേഹം സ്ഥിരം ഈ വാഹനത്തിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും പോലീസ് വലിയ ബന്ദോബസ്ത്, വലിയ സുരക്ഷ എ പത്മകുമാറിന്റെ വീടിന് മുന്നിൽ നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. വലിയ പ്രതിഷേധ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു സുരക്ഷാ ക്രമീകരണം എന്നാണ് പറയുന്നത്. ഈ ആറന്മുള ഡിവൈഎസ്പിയുടെ ഒക്കെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ നിലവിൽ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യം വന്നാൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തും. നിലവിലിവിടെ 30-ലധികം ഉദ്യോഗസ്ഥരുണ്ട്. 2 വഴിയിലും ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലും പടിഞ്ഞാറേ നട വഴിയുള്ള 2 വഴികളിലുമാണ് നിലവിൽ ബാരിക്കേഡ് വെച്ച് പൊതുഗതാഗതം നിലവിൽ പോലീസ് നിയന്ത്രിച്ചിരിക്കുന്നത്. അനുജ, ഇതുവരെ ഇങ്ങോട്ടേക്ക് ആരും പ്രതിഷേധവുമായി എത്തിയിട്ടില്ല. പക്ഷേ വിവിധ സംഘടനകൾ അവർ പ്രതിഷേധ പദ്ധതികൾ ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം. അതിന്റെ വിവരം പോലീസിന് നേരത്തെ കൂട്ടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കരുതി കൂട്ടി പോലീസ് ഇത്ര ജാഗ്രതയോടുകൂടി കുറച്ചധികം സുരക്ഷ നേരത്തെ ഈ വീട്ടിലേക്ക് വരുന്ന വഴികളിൽ പോലീസ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ സുരക്ഷയിലാണ് പത്മകുമാറിന്റെ വീടും പരിസരവും. നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഇട്ടിരിക്കുന്നു. 30-ലേറെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വലിയ സുരക്ഷ ആറന്മുളയിലെ എ പത്മകുമാറിന്റെ വസതിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ ആ വസതിയിലേക്കുള്ള റോഡുകൾ ബാരിക്കേഡ് വെച്ച് പോലീസ് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് നടപടി എന്നാണ് എ ജയശങ്കർ റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.